ഹായ് ഓൾ. തലവൻ ഡയറക്റ്റഡ് ബൈ ജിസ് ജോയ്. ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. കൂടാതെ അദ്ദേഹം ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. അല്ലു അർജുന്റെ മലയാളം വോയിസ് ഡബ്ബ് ചെയ്തത് പുള്ളിയാണ്. പിന്നെ കഥ, തിരക്കഥ, സംവിധാനം എന്നീ മേഖലകളിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ ബൈസിക്കിൾ തീവ്സ് ആണ്. അതിൽ ആസിഫ് അലി അഭിനയിച്ചിട്ടുണ്ട്. ഇത് ആസിഫ് അലിയെ വെച്ച് അദ്ദേഹത്തിന്റെ 4ാമത്തെ ചിത്രമാണ്. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദീപക് ദേവ് ആണ്. ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ബിജു മേനോൻ, ആസിഫ് അലി, മിയ ജോർജ്, ദിലീഷ് പോത്തൻ എന്നിവരാണ്. കൂടാതെ അനുശ്രീ, ജാഫർ ഇടുക്കി, കോട്ടയം നസീർ, തരികിട സാബു എന്നിവരുമുണ്ട്. കുറെ കാലത്തിന് ശേഷം ആസിഫ് അലിയുടെ ഒരു മികച്ച ചിത്രം കാണാൻ സാധിച്ചു. ബിജു മേനോനും ആസിഫ് അലിയും ഏകദേശം തുല്യ പ്രാധാന്യമുള്ള റോളുകളാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. കൂടാതെ രണ്ടു പേരുടെയും ക്യാരക്ടർ ഒരേ സ്വഭാവമുള്ളതാണ്. ഒരു കൊലപാതകം നടക്കുന്നതും അതിന്റെ അന്വേഷണ ചുമതല ആസിഫ് അലിയിലേക്ക് എത്തിച്ചേരുന്നതും തുടർന്ന് അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ബിജു മേനോൻ ഇതിൽ ഇൻവോൾവ് ആവുന്നതും അങ്ങനെ കില്ലറെ കണ്ടെത്തുന്നതുമൊക്കെയാണ് ഇതിന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ സിനിമയിൽ ജാഫർ ഇടുക്കി ചെറിയൊരു റോള് ചെയ്യുന്നുണ്ട്. അതൊരു അനാവശ്യ ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ സാബുവിന്റെ വക്കീൽ റോള് ഒരു വെറൈറ്റി ആയിട്ട് അനുഭവപ്പെട്ടു. പിന്നെ റോഷാക്കിന് ശേഷം കോട്ടയം നസീർ വീണ്ടും ഒരു നെഗറ്റീവ് ഷെയ്ഡിലൊരു റോള് ചെയ്തിട്ടുണ്ട്. അതും കുഴപ്പമില്ലായിരുന്നു. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ബിജു മേനോന്റെ ക്യാരക്ടർ ഗരുഡൻ എന്ന മൂവിയുമായി ഒരുപാട് സാമ്യം തോന്നി. മമ്മൂട്ടിയുടെ ടെർബോ എന്ന സിനിമ ഇറങ്ങി നെക്സ്റ്റ് ഡേ ആണ് ഈ സിനിമ റിലീസാകുന്നത്. അതിനാൽ തന്നെ ഈ സിനിമ ആരും അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. കൂടാതെ ഇതിന്റെ തിയേറ്റർ ലിസ്റ്റും വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് പോസിറ്റീവ് റിവ്യൂ ഒക്കെ വന്നപ്പോൾ ഇതിന്റെ ഷോയുടെ എണ്ണം കൂട്ടിയിരുന്നു. ഈ സിനിമ ഞാൻ കാണാൻ പോകുമ്പോൾ ഓൾറെഡി മൗത്ത് പബ്ലിസിറ്റിയും പോസിറ്റീവ് റിവ്യൂസും ഒക്കെ കേട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അതിനാൽ തന്നെ മൈൻഡിൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്ര തോന്നിയിട്ടില്ല. അതിനാൽ തന്നെ ഒരുപാട് പ്രതീക്ഷയായിട്ട് ഈ സിനിമ കാണാൻ പോകരുത്. ഇതൊരു സിമ്പിളായി കഥ പറഞ്ഞു പോകുന്ന ഒരു ക്രൈം ത്രില്ലറാണ്. ഒട്ടും ബോറടിപ്പിക്കുന്നില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് ഇതിന്റെ അന്വേഷണം മുറുകുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിലെ കില്ലർ സസ്പെൻസ് നിലനിർത്തി അവസാനം വരെ എത്തിക്കുന്നതിൽ സിനിമ വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ BGM ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ തന്നെ ആയിരുന്നു. കൂടാതെ ബിജു മേനോനും ആസിഫ് അലിയും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ സിനിമ കണ്ടു തീർന്നപ്പോൾ എനിക്ക് 1-2 ഡൗട്ട് ഉണ്ടായിരുന്നു. ഒന്ന്, ഈ പുള്ളിയെ ഈ സിനിമയുടെ ഒരു ഘട്ടത്തിൽ മിസ്സിംഗ് ആവുന്നത് പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് അദ്ദേഹത്തെ പറ്റി യാതൊന്നും പറയുന്നില്ല. 2, ഈ സിനിമയിൽ ഒരു പയ്യൻ വിദേശത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവനൊരു ഇൻസിഡന്റ് സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം അവന്റെ നാട്ടുകാരോ കുടുംബക്കാരോ ഒന്നും അറിയുന്നില്ല. പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം ആ ഒരു സംഭവം മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതെനിക്കൊരു സ്ട്രേഞ്ച് ആയിട്ട് അനുഭവപ്പെട്ടു. മലയാള സിനിമയിൽ ഓൾറെഡി ജോസഫ്, അഞ്ചാം പാതിര തുടങ്ങിയ ഹിറ്റ് ത്രില്ലറുകൾ ഇറങ്ങിയതാണ്. അതിനാൽ തന്നെ പുതിയ ക്രൈം ത്രില്ലർ വരുമ്പോൾ ഈ സിനിമയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം ഇതൊരു മികച്ച ത്രില്ലറായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഓവർ ഹൈപ്പൊന്നും മൈൻഡിൽ സെറ്റ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന ഒരു സിനിമയാണിത്. എനിക്ക് പേഴ്സണലി ഈ സിനിമ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, പുതിയൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.